എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഉപകാരപ്രദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK വന്നിട്ട് കുറെ കാലങ്ങളായിട്ടുള്ളവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് UK പുതിയതായിട്ട് വന്നവർക്കും പുതിയതായിട്ട് ഇനി വരാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ആമസോൺ അല്ലെങ്കിൽ അതുപോലുള്ള ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന ആൾക്കാരാണ്. അതായത് നമുക്ക് ഒത്തിരി ഐറ്റംസ്, ഒത്തിരി ഗാഡ്ജറ്റ്സുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് നമുക്ക് അധികവും ആമസോൺ പോലുള്ള സൈറ്റുകളിൽ സുലഭമാണ്. അപ്പോൾ ആമസോൺ വഴി നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ചെറിയൊരു 10 പൗണ്ടിൽ താഴെ അല്ലെങ്കിൽ ഒരു 20 പൗണ്ടിൽ താഴെയുള്ള എന്തെങ്കിലും ഐറ്റംസ് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ഡെലിവറി ചാർജ് അവർ ചാർജ് ചെയ്യാറുണ്ട്. വീട്ടിൽ കൊണ്ടുതരുന്നതിന് നമുക്ക് ഡെലിവറി ചാർജ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. എനിക്ക് അതൊരു എന്താ പറയണ്ടേ, ഇപ്പോൾ ഒരു 10 പൗണ്ടിന്റെ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഒരു ഒന്നെങ്കിൽ 1.99 പൗണ്ട്സ് അല്ലെങ്കിൽ 2 പൗണ്ട്സ് അല്ലെങ്കിൽ അപ് ടു 4 പൗണ്ട്സ് വരെ അവർ നമുക്ക് ഡെലിവറി ചാർജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഡെലിവറി ചാർജ് ഇല്ലാണ്ട് എങ്ങനെ നമുക്ക് ആമസോണിൽ നിന്ന് സാധനം വാങ്ങിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി വന്നു. ഇപ്പോൾ സമ്മറൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സൺഗ്ലാസസ് ഒക്കെ നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ മേടിച്ചുകൊണ്ട് പോരെ. എന്തായാലും ഇവിടെ ഭയങ്കര പൈസ കൂടുതലാണ്. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടുന്ന, നമ്മൾ ഏൺ ചെയ്യുന്ന ശമ്പളം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ചീപ്പാണ് താനും. ഞാൻ എൻ്റെ സൺഗ്ലാസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ആമസോൺ ലോക്കർ എന്ന ഒരു സംഭവമുണ്ട് ഇവിടെ. ആമസോൺ ലോക്കർ എന്ന് പറഞ്ഞിട്ട്, അതായത് നമുക്ക് കുറെ ഹബ്ബുകൾ പോലെ ആമസോണിൽ നമുക്ക് ഡയറക്റ്റ് വീട്ടിൽ ഡെലിവറി തരാണ്ട് അവര് എന്താണ് പറയേണ്ടത്, നമുക്ക് ഡ്രോപ്പ് ബോക്സുകൾ പോലെ തന്നെ നമുക്ക് പോയിട്ട് കളക്ട് ചെയ്യാം. അതായത് നമ്മുടെ ടൈമിനനുസരിച്ചിട്ട് നമുക്ക് കളക്ട് ചെയ്യാവുന്ന ആമസോൺ ലോക്കേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആമസോൺ ലോക്കർ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിനു വേണ്ടി എന്റെ ആമസോൺ അക്കൗണ്ടിൽ പോയി, നമ്മൾ നോർമലി ഷോപ്പ് ചെയ്യുന്ന പോലെ തന്നെ ആമസോൺ അക്കൗണ്ടിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് പ്രോഡക്റ്റ് ആണ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അത് ഫ്രീ ഡെലിവറി എന്ന് എഴുതിയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ നോക്കുന്ന പ്രോഡക്റ്റിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നോക്കുന്ന സൺഗ്ലാസ് ഫ്രീ ഡെലിവറിയാണ്. പക്ഷേ ഇഫ് യു സ്പെൻഡ് റുപ്പീസ് വായിൽ വരുള്ളൂ കേട്ടോ, 20 pounds ഓൺ ഐറ്റംസ് ഡിസ്പാച്ച് ബൈ ആമസോൺ. അതായത് ആമസോൺ ഡിസ്പാച്ച് ചെയ്യുന്ന, ആമസോണിന്റെ അവരുടെ ലോജിസ്റ്റിക് വഴി ഡെലിവറി ചെയ്യുന്ന ഐറ്റംസ് മാത്രം നമ്മൾ 20 പൗണ്ടിൽ കൂടുതൽ ഷോപ്പ് ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രീ ഡെലിവറി കിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഫ്രീ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് ഇതിന് വില വരുന്നത് 17.99 പൗണ്ട്സ് ആണ്. ഏകദേശം 18 പൗണ്ടാണ് വരുന്നത്. അപ്പം 18 പൗണ്ടിന് ഞാനിപ്പം ഷോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെനിക്ക് ഫ്രീ ഡെലിവറി തരത്തില്ല. അപ്പം പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഡെലിവറി ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ 27-ാം തീയതിയാണ്. 28-ാം തീയതി നമുക്ക് ഡെലിവറി തരുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ആഡ് ടു ബാസ്ക്കറ്റ് കൊടുത്തു. ബാസ്ക്കറ്റിൽ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബാസ്ക്കറ്റിൽ നമ്മൾ ആഡ് ചെയ്തു, നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുന്നു. നോർമൽ ആസ് യൂഷ്വൽ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുന്നു. ചെക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് ഡെലിവറി ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾ രണ്ടാമത് ലാസ്റ്റ് പേജിൽ ചെക്ക്ഔട്ട് പേജിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഡിസ്പാച്ച് ചെയ്യേണ്ടത് എങ്ങോട്ടേക്കാണ്. അപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹോം അഡ്രസ്സിലേക്കായിരിക്കും സാധാരണയായിട്ട് ഡിസ്പാച്ച് ചെയ്യാൻ ഓട്ടോമാറ്റിക്കായിട്ട് ബൈ ഡീഫോൾട്ട് വരുന്ന അഡ്രസ്സ് നമ്മുടെ വീട്ടിലെ അഡ്രസ്സ് ആയിരിക്കും. അപ്പം അതിന്റെ താഴെയായിട്ട് ഡെലിവറി അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഡെലിവറി അഡ്രസ്സ്, അതിന് താഴെ നമ്മുടെ ഡെലിവറി ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ അതിന് താഴെയായിട്ട് ഫ്രീ ക്ലിക്ക് ആൻഡ് കളക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് പ്രോഡക്റ്റ് വേരി ചെയ്യും കേട്ടോ. അതായത് നമ്മുടെ ചെറിയ പാക്കേജുകളൊക്കെ ആണെങ്കിൽ അധികവും നമുക്ക് വീടിന്റെ അടുത്ത് തന്നെ, നമ്മൾ താമസിക്കുന്ന ഏരിയയ്ക്ക് പോസ്റ്റ് കോഡിനടുത്ത് തന്നെ നമുക്ക് ഇത് ക്ലിക്ക് ആൻഡ് കളക്ട് ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കും. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഐറ്റം ചിലപ്പോൾ കുറച്ചും കൂടെ വലിയ ഐറ്റം ആണെങ്കിൽ, അതായത് ഒരു ഇത്ര സൈസിൽ കൂടിയ ഐറ്റംസ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത്, അതായത് വാക്കിംഗ് ഡിസ്റ്റൻസിലൊന്നും നമുക്ക് ആമസോൺ ലോക്കേഴ്സ് അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ ഇവിടുന്ന് 1 മൈലോ 2 മൈലോ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഈ സാധനം ഡെലിവറി എടുത്തിട്ട് അവിടെ പോയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഫ്രീ ക്ലിക്ക് ആൻഡ് കളക്ട് എന്ന് പറഞ്ഞിട്ടുള്ളതിനകത്ത് ബ്രാക്കറ്റ്സിൽ അവർ കൊടുത്തിട്ടുണ്ട് സബ്ജക്ട് ടു അവൈലബിലിറ്റി എന്ന് അവർ എഴുതിയിട്ടുണ്ട്. എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു ക്ലിക്ക് ആൻഡ് കളക്ട് ഞാൻ സെലക്ട് ചെയ്യുവാണ്.
ഞാനപ്പോൾ എനിക്ക് ഏറ്റവും അടുത്ത് ആമസോൺ ലോക്കർ ഉള്ളത് ഇവിടെ BP പെട്രോൾ പമ്പാണ്. കോഷത്തുള്ള BP പെട്രോൾ പമ്പിലാണ് എനിക്ക് കാണിക്കുന്നത്. അത് 0.2 മൈൽസ് ആണ് ദൂരം കാണിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ എന്റെ ഫ്രീ ക്ലിക്ക് ആൻഡ് കളക്ട് എന്നുള്ളത് സബ്ജക്റ്റ് ടു അവൈലബിലിറ്റി ആണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഓർഡർ ചെയ്യുന്ന ഐറ്റം ചിലപ്പോൾ അവരുടെ ലോക്കറിൽ നമുക്ക് എന്താണ് പറയുന്നത്, അതിന്റെ പ്രത്യേക സൈസ് തന്നിട്ടുണ്ടാവും. ആ സൈസിലും വലുതാണ് പാക്കേജ് വരുന്നതെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. മേ ബി ഇതെന്റെ എനിക്ക് കിട്ടുന്നതുകൊണ്ടായിരിക്കാം. ഇതെനിക്ക് എന്റെ ആ ഓർഡർ ചെയ്ത ഐറ്റത്തിന്റെ പാക്കേജ് സൈസ് വരുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് അത് കാണിക്കുന്നുണ്ട്. അപ്പം പ്രീ ക്ലിക്ക് ആൻഡ് കളക്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിന്റെ അകത്ത് 3-4 ഇത് നമുക്ക് കാണിക്കുന്നുണ്ട് ലോക്കറുകൾ. ഒന്ന് 0.2 മൈൽസ് ആണ് കാണിക്കുന്നത്, ഒന്ന് 0.6 മൈൽസ് ആണ് കാണിക്കുന്നത്, പിന്നെ അടുത്ത് കാണിക്കുന്നത് 1.2 മൈൽസ് ആണ്. അപ്പൊ ഇതിന്റെ അടുത്തുള്ളത് ഏതാണോ നമുക്ക് വീടിന്റെ അടുത്തുള്ളത് 0.2 മൈൽസ് ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പൊ ഇത് അതിന്റെ അകത്ത് ടൈം ഡീറ്റെയിൽസ് തരുന്നുണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴാണ് എങ്ങനെയൊക്കെയാണ് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. എല്ലാ ലോക്കറുകളിൽ നിന്നും നമുക്ക് ഈ ഐറ്റംസ് കൃത്യമായിട്ട് നമുക്ക് പിക്ക് ചെയ്യണമെങ്കിൽ ചില സ്ഥലങ്ങളിൽ ടൈമിംഗ് ഉണ്ടാവും. പക്ഷേ ഇവിടെ 24 അവർ സ്റ്റേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അകത്ത് എഴുതി കാണിക്കുന്നുണ്ട് മൺഡേ ടു സൺഡേ ഓപ്പൺ 24 hours ഇതിന്റെ അകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടി ഡയറക്ഷൻസ് തരുന്നുണ്ട് നമുക്ക്. ദ ലോക്കർ ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഓൺ ദ BP സർവീസ് സ്റ്റേഷൻ, ഫോഴ്സ് കോഡ് ടു ദ റൈറ്റ്. അപ്പൊ നമുക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം BP സർവീസ് സ്റ്റേഷന്റെ റൈറ്റ് സൈഡിലാണ് ഇത് തന്നിട്ടുള്ളതെന്ന് നമുക്ക് ഡീറ്റെയിൽസ് ഉണ്ട്. മൊത്തം ഡീറ്റെയിൽസ് ആണ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ പിക്കപ്പ് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഇപ്പോൾ ഡെലിവറി ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ സ്റ്റാൻഡേർഡ് ഡെലിവറി ആണ് കാണിക്കുന്നത്. ഗെറ്റ് ഇറ്റ് ബൈ സാറ്റർഡേ, അതായത് ഈ വരുന്ന ഇപ്പൊ ഇന്ന് 25 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നാളെ തന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ, നാളെ തന്നെ ഈ ഡെലിവറി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ 2.99 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഫ്രീ സ്റ്റാൻഡേർഡ് ഡെലിവറി വേണ്ടി നമുക്ക് ഇത്രയും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലായിട്ടാണ്. അപ്പം നമ്മൾ ഫ്രീ ഡെലിവറി, ഫ്രീ സ്റ്റാൻഡേർഡ് ഡെലിവറി ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ഏപ്രിൽ 30 ഐറ്റം എനിക്ക് ആമസോൺ ലോക്കറിൽ ഡെലിവർ ആകുന്നു. ഞാൻ കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എനിക്ക് എക്സാക്ട്ലി എനിക്ക് എത്ര എമൗണ്ട് ആണോ വന്നത് 17.99 ആണ് കാണിച്ചത്. അത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് ഓർഡർ എല്ലാം ലാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽസ് മുഴുവൻ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് 17.99, പോസ്റ്റേജ് ആൻഡ് പാക്കിംഗ് 0, പിന്നെ ഡെലിവറി അഡ്രസ് ആമസോൺ ഹബ് ലോക്കർ ഫൈസാൻ എന്നാണ് കോഷം BPയിലെ ആമസോൺ ലോക്കറിന്റെ പേര്. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഓർഡർ പ്ലേസ്, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു മെസ്സേജ് വന്നു. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നമുക്ക് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് തരും. നമ്മൾ സാധാരണ ആമസോൺ ട്രാക്ക് ചെയ്യുന്ന പോലെ തന്നെ ഓർഡർ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇതിന്റെ അകത്ത് ഡെലിവറി ചെയ്യുന്നത് അവര് ആമസോൺ ലോക്കറിലേക്കാണ് അവര് ഡെലിവറി ചെയ്യുന്നത്. അപ്പം ആമസോൺ ലോക്കറിലേക്ക് ഡെലിവറി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ഉള്ളിൽ യുവർ ഓർഡർ ഹാസ് ബീൻ ഡെലിവേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. അപ്പം നമുക്ക് ആ ഡീറ്റെയിൽസ് വരുന്നത് ഞാൻ കൂടുതൽ നിങ്ങളെ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം. ഓർഡർ ചെയ്തിട്ടുള്ള സാധനം നമുക്ക് കിട്ടി. അതായത് ഓർഡർ ചെയ്ത സാധനം ഡെലിവറി ആയിട്ടുള്ളത് നമ്മുടെ തൊട്ടടുത്തുള്ള BPയുടെ പെട്രോൾ പമ്പിലാണ്. നമുക്ക് മെസ്സേജ് ചെയ്താണ്ട് വന്നിട്ടുണ്ട് ഡെലിവേർഡ് ടുഡേ എന്ന് പറഞ്ഞിട്ട്. ഓൾറെഡി ആമസോൺ ലോക്കറിൽ ഡെലിവർ ആയിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഡെലിവേർഡ് ടുഡേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നത്. അപ്പം നമുക്ക് നേരെ അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോകാം. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് പാക്കേജ് നമുക്ക് എടുക്കാൻ വേണ്ടിയൊരു എന്താ പറയണ്ടേ ഒരു കോഡ് വന്നിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ നമുക്ക് ആ കോഡ് അവിടെ ചെന്നിട്ട് നമ്മൾ ആമസോൺ ലോക്കറിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഡോർ ഓപ്പൺ ആകുന്നതാണ്. നമുക്കതൊന്ന് പോയിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ കോഷത്തിന്റെ അടുത്തുള്ള റൗണ്ട് അബൌട്ടാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് വലത്തുനിന്ന് വരുന്ന വണ്ടിക്ക് പ്രിഫറൻസ്. വലത്തുനിന്ന് വണ്ടി വന്നു കഴിഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് കട്ട് ചെയ്ത് കയറാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം എൻ്റെ വീടിന്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു എന്താ പറയണ്ടേ 0.5 മൈൽസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുണ്ട് ഇവിടെ BP എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ പെട്രോൾ പമ്പ്. പെട്രോൾ പമ്പിലോട്ട് നമ്മൾ കയറി കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ഫ്രണ്ടിൽ പാർക്കിംഗ് വന്നിട്ടുണ്ട്. ഇവിടെ അതായത് കസ്റ്റമേഴ്സ് പാർക്കിംഗ് ഉണ്ട്. കസ്റ്റമേഴ്സ് പാർക്കിങ്ങിന്റെ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ പാർക്ക് ചെയ്യുന്ന വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ആമസോൺ ലോക്കർ ഇരിക്കുന്നത് അവിടെയാണ്. ഞാൻ കാണിച്ചു തരാം. ആമസോൺ ലോക്കർ ഇരിക്കുന്ന ഇടത്തേക്ക് നമുക്ക് പോവാം.
അപ്പോൾ ഇതാണ് BP-യുടെ പെട്രോൾ പമ്പ് വരുന്നത്. ഇവിടെ പെട്രോളൊക്കെ സ്വന്തമാണ് കേട്ടോ അടിക്കുന്നത്, സ്വന്തമായിട്ട് നമുക്ക് പെട്രോൾ അടിക്കുന്നത്. ജസ്റ്റാണ് ക്യാമറമാനായിട്ട് കൂടെ ഉള്ളത്. അപ്പോൾ ഈ നമ്മുടെ തൊട്ട് മുന്നിൽ കാണുന്ന ഈ സാധനമാണ് ആമസോൺ ലോക്കർ. അപ്പോൾ ആമസോൺ ലോക്കറിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഹലോ മൈ നെയിം ഈസ് ഫൈസാൻ, അതുപോലെ amazon.uk എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ ഇതുണ്ടോ ആമസോൺ ലോക്കർ എന്ന് പറഞ്ഞിട്ട്, ഒന്നെങ്കിൽ സ്കാൻ ബാർകോഡ് ഓർ ടച്ച് ടു സ്റ്റാർട്ട് എന്ന് ഇവിടെ ഉണ്ട്. നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, അതായത് എൻ്റർ ഓർ സ്കാൻ ദി കോഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വന്ന കോഡ് നമ്മളിവിടെ 384951 ജസ്റ്റ് അടിച്ചിടാം. 384951. അപ്പോഴത്തേക്കും അതുകൊണ്ടോ ദേ സൈഡിൽ ഇത് ഓപ്പൺ ആയിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടിയ ഓർഡർ. അപ്പം നമ്മളത് ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ നേരെ അടച്ചു വെക്കുന്നു, കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആമസോണിൻ്റെ നമുക്ക് ഡെലിവറി ആയിട്ടുള്ള പാക്കറ്റ് ഇതാണ്. അപ്പം നമുക്ക് ഏകദേശം ഡെലിവറി ചാർജ് നില്ലാണ്, 0 ആണ്, ഫ്രീ ഡെലിവറിയാണ്. അപ്പോൾ ഈ എൻ്റെ പുറകിൽ കാണുന്ന ആമസോൺ എന്താണ് പറയേണ്ടത് ഡ്രോപ്പ് ബോക്സിലാണ് നമുക്ക് ഇത് വന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇതാണ് പിക്കപ്പ് പോയിന്റ് വരുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇതുപോലത്തെ ചെറിയ പാക്കറ്റുകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ പാക്കറ്റുകൾ വലുതാകുന്നതോട് കൂടിയിട്ട് ഹബിൻ്റെ ദൂരം മാറും. അപ്പോൾ നമുക്ക് വേറെ സ്ഥലങ്ങളിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ ആമസോണിൻ്റെ പിക്കപ്പ് ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.